ഹായ് ഫ്രണ്ട്സ്, PSC ഇൻഫോ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ LDCക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കും അതുപോലെ LGSൻ്റെ മെയിൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോയാണ്. നമ്മൾ 25 ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, 25 ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങൾ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയിലെ നദീതീര പട്ടണങ്ങളെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ചന്ദ്രയാൻ 3 സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ചന്ദ്രയാൻ 3നെ സംബന്ധിച്ചിട്ടുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. ISRO ചെയർമാൻ S. സോമനാഥാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ വൈദ്യുത പദ്ധതി സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. കേരളത്തിലെ വൈദ്യുത പദ്ധതികളെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ ഡി, എല്ലാം ശരിയാണ്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനയിൽ ശരിയല്ലാത്തവ കണ്ടെത്തുക. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ചുള്ള തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ബി 2 മാത്രം. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായലാണ്. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ സി 2ഉം 3ഉം പ്രസ്താവനകളാണ് സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിൻ്റെ സവിശേഷതയുമായി ബന്ധമില്ലാത്തത്. സമതല ദർപ്പണത്തിലെ പ്രതിബിംബത്തിൻ്റെ വലിപ്പം വസ്തുവിൻ്റെ വലിപ്പത്തിന് തുല്യമായിരിക്കും. അതുപോലെ തന്നെ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. വിവരാവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് ശരിയായ പ്രസ്താവന. വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005-ലാണ്. വിവരാവകാശ നിയമം പ്രാവർത്തികമാക്കാനായിട്ട് പ്രവർത്തിച്ച സംഘടന കിസാൻ ശക്തി മോർച്ചയല്ല, മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ ബി, രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധമില്ലാത്തത്. അടുത്ത ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി, 4ാമത്തെ പ്രസ്താവന മാത്രമാണ് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്തത്. കേരളത്തിലെ കായലുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ സി 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്.
വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ നടന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. മൂന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഈഴവ മെമ്മോറിയൽ 1896 മലയാളി മെമ്മോറിയൽ 1891 സമർപ്പിക്കപ്പെട്ടത്. അപ്പോൾ വർഷങ്ങൾ തെറ്റിച്ചാണ് തന്നിരിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ പൗരൻ്റെ മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റേത്? മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ഡി. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹമല്ല എന്ന പ്രസ്താവന തെറ്റാണ്. ചുവടെ പറയുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ടി ലിംഫോസൈറ്റുകളല്ല, ബി ലിംഫോസൈറ്റുകളാണ് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, ശരിയല്ലാത്ത പ്രസ്താവന ഏത്? താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയല്ലാത്തത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഓപ്ഷൻ ബി. ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പാനീയ വിള കാപ്പിയാണെന്ന പ്രസ്താവന തെറ്റാണ്. ചുവടെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ ഏവ? നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ. ഉത്തരം ഓപ്ഷൻ ബി. 1, 2, 3, 4 പ്രസ്താവനകൾ ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ചുരങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേതെന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ശരിയായ പ്രസ്താവന. ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡൽഹൌസി പ്രഭു ആണ്. ഇന്ത്യൻ വ്യോമഗതാഗതത്തിൻ്റെ പിതാവ് JRD ടാറ്റ. അതുപോലെ ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് വിക്രം സാരാഭായ്. തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി ആണ് തെറ്റായ പ്രസ്താവന. കാൽസ്യത്തിൻ്റെ കുറവ് മൂലമല്ല, ഇരുമ്പിൻ്റെ കുറവ് മൂലമാണ് കുട്ടികളിൽ വിളർച്ച ഉണ്ടാകുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏത്? ഓപ്ഷൻ ബി. 4ാമത്തെ പ്രസ്താവന, അതായത് ലക്ഷ്യപ്രമേയത്തെ ജവഹർലാൽ നെഹ്റു എതിർത്തു എന്നുള്ളത് തെറ്റാണ്. ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്.
വോൾട്ടയർ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? ഉപദ്വീപീയ നദികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ എ 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് തെറ്റായ പ്രസ്താവന. ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി ലഭിച്ച മലയാളി TC യോഹന്നാൻ അല്ല, OM നമ്പ്യാരാണ്. തെറ്റായ പ്രസ്താവന ഏതൊക്കെ? ഓപ്ഷൻ സി രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ MR ബൈജു ആണ്. ചില ഇൻപുട്ട് ഉപകരണങ്ങളെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഓപ്ഷൻ എ തന്നിരിക്കുന്ന പ്രസ്താവനകളെല്ലാം ശരിയാണ്. അടുത്ത ചോദ്യം, ഇവയിൽ ചുവന്ന മണ്ണുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്നതിൽ ചുവന്ന മണ്ണുമായി യോജിക്കാത്ത പ്രസ്താവന. ഓപ്ഷൻ എ ആണ് ചുവന്ന മണ്ണുമായി യോജിക്കാത്ത പ്രസ്താവന. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റു ആണ്. അതുപോലെ തന്നെ കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.